അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസീർ എന്ന പൊന്നുമോൻ മാതാപിതാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള മകനാണ്. മകന് വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഉപ്പയും ഉമ്മയും. അവരുടെ ജീവിതം സന്തോഷത്തിൽ നീങ്ങുമ്പോൾ പെട്ടെന്നാണ് ഉമ്മയുടെ മരണം. വളരെ ദുഃഖിതനായ നസീർ അവസാനം ഉപ്പ പറഞ്ഞു, മോനെ, നീ ഒരു നിക്കാഹ് കഴിക്കണം, എൻ്റെ ജീവിതം സന്തോഷമാകണം, നമുക്കാകെയുള്ളത് നീ ഒരു മോന് മാത്രമാണ്. ഉപ്പ എന്ന് പറഞ്ഞാൽ നസീർ എന്ന ചെറുപ്പക്കാരൻ ജീവൻ തുല്യം സ്നേഹിക്കുന്നവനാണ്. സന്തോഷത്തോടു കൂടി ഒരു നിക്കാഹ് കഴിഞ്ഞു. ആദ്യം 1-2 വർഷം ഉപ്പാക്ക് നല്ല ആഫിയത്താണ്. അവരുടെ ജീവിതം വളരെ സന്തോഷമാണ്. മരുമകൾക്ക് ഉപ്പ ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഭക്ഷണങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നോക്കുന്ന വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ നസീറിൻ്റെ വാപ്പാക്ക് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകുന്നു, ചില വാർദ്ധക്യമായ പ്രശ്നങ്ങളുണ്ടാകുന്നു, ചില രോഗങ്ങൾക്ക് വിധേയയാകുന്നു. അങ്ങനെ വീട്ടിൽ രോഗിയായി കഴിയുകയാണ്. ഒരു 6-7 മാസം വളരെ സന്തോഷത്തോടു കൂടി രോഗിയാണെങ്കിലും മനസ്സമാധാനത്തോടു കഴിഞ്ഞ ഉപ്പാക്ക് വീണ്ടും രോഗം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു, നടക്കാനൊക്കെ പ്രയാസമാകുന്നു. ആ സമയത്ത് എല്ലാം ഉപ്പാക്ക് ആവശ്യമാണ്. മാത്രയും ഗുളികയും കുടിക്കാൻ മരുമകളുടെ ആവശ്യമുണ്ട്. അതുപോലെ എന്ത് വേണമെങ്കിലും മരുമകൾ ആവശ്യമുണ്ടോ. ഇടയ്ക്കിടയ്ക്ക് മരുമകളെ വിളിച്ചു പറയും, മോളെ വെള്ളം വേണം, മോളെ കണ്ണച്ചായ വേണം, മോളെ ഗുളിക വേണം, നാളത്തെ ഗുളിക ഏതാണ് ഒന്ന് ഇങ്ങനെ മരുമകളോട് ഓരോന്നിങ്ങനെ ഉപ്പാക്ക് പറയേണ്ട ആവശ്യമെന്ന്. കാരണം എനിക്ക് പെട്ടെന്ന് നടന്ന് അതൊക്കെ ചെയ്യാനുള്ള ഒരവസ്ഥയും സാഹചര്യത്തിലായിരുന്നില്ല. ഇതൊക്കെ ഈ മരുമകൾക്ക് വല്ലാത്ത ശല്യമായി തോന്നും. പല ദിവസം മരുമകൾ ഉപ്പയെ ശകാരിക്കുകയും ഉപ്പയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ തുടങ്ങി. അതൊന്നും ഉപ്പ ആരോടും പറഞ്ഞില്ല. കാരണം മകൻ്റെ ജീവിതം ഒരിക്കലും സന്തോഷം നഷ്ടപ്പെട്ട ജീവിതമാകരുത്, അവർ സന്തോഷത്തിൽ കഴിയട്ടെ എന്ന്. ഒരു ദിവസം ഉപ്പ പറയുന്നു, മോളെ കണ്ണച്ചായ. ഉപ്പ വന്ന് അത് കൊടുത്ത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ, മോളെ വായൊന്ന് കഴുകാൻ വേണ്ടി കുറച്ച് വെള്ളം വേണം, അപ്പോഴാണ് വേണമെങ്കിൽ എടുത്തോടി എന്നാണ് പറഞ്ഞത്. അതേ സമയത്ത് ഡ്രസ്സ് അലക്കാൻ തീരുമാനം കൊടുത്താൽ വേണമെങ്കിൽ തിരുമ്പിക്കൊള്ളില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളി എന്ന്. ഇങ്ങനെ പല നിലക്ക് ശല്യങ്ങളാണ് മരുമകളുടെ ഭാഗത്ത്. എത്രത്തോളം ഒരു ദിവസം കുടിക്കുന്ന വെള്ളം കൈതട്ടി കയ്യിലുണ്ടായ ഗ്ലാസ് താഴോട്ട് വീണപ്പോൾ ഇത് സഹിക്കാൻ കഴിയാതെ ഉപ്പയൊന്ന് തള്ളിവിടുന്ന രംഗമാണ് തൻ്റെ നാട്ടുകാരൊക്കെ കാണുന്നത്. സങ്കടപ്പെട്ടു. നാട്ടുകാരോട് പറഞ്ഞ്, ഈ കാര്യം ഒരിക്കലും എൻ്റെ മകനോട് പറയരുത്, പറഞ്ഞാൽ അവർക്ക് തമ്മിൽ അതൊരു വലിയ പ്രശ്നമാവും, അതെല്ലാം നിങ്ങൾ മറച്ചു വെക്കണമെന്ന് നാട്ടുകാർക്ക് അപേക്ഷിക്കുകയാണ്. കാരണം അതിങ്ങളും മകൻ അറിഞ്ഞാൽ പിന്നെ മരുമകളുടെ ശല്യം ഒന്നും കൂടി വർദ്ധിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. ഒരു ദിവസം ഇതേപോലെ ഒരു ചെറിയ പ്രശ്നത്തിൽ മരുമകൾ ഉപ്പയെ തള്ളിയിടുന്ന രംഗം നേരെ ലൈവായി തന്നെ മകൻ കാണുന്നു. മകൻ വല്ലാത്ത സങ്കടപ്പെട്ട് ചോദിച്ചു, നിനക്കും ഒരു ഉപ്പയില്ലേ? അതേപോലെയല്ലേ എൻ്റെ ഉപ്പ, നീ എന്തിനാണ് എൻ്റെ ഉപ്പയെ തള്ളിയിട്ടത്? ആ പാവം നീ തള്ളിയിടാൻ പറ്റുന്ന അത്രക്കും നിന്നെ പ്രയാസപ്പെടുത്തുന്ന കാര്യം എന്താണ് ചെയ്തത്? ആ സമയത്ത് ഉപ്പാക്ക് വല്ലാത്ത ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത്, വൃദ്ധന്മാർ, അതായത് പ്രായമുള്ളവർ താമസിക്കുന്ന വൃദ്ധസദനമുണ്ടല്ലോ, അവിടെ ഞാൻ പോയി എത്തിയാൽ മരുമകളുടെ പീഡനം അവിടെ ഉണ്ടാവില്ലല്ലോ. അവിടെ ഏതായാലും മരുമകളെക്കാളും ഏറ്റവും സ്നേഹത്തിൽ അവരെന്നെ നോക്കും. എൻ്റെ മകനോടൊന്ന് ഇത് പറയണമെന്ന് പറഞ്ഞ് മകൻ്റെ അരികിൽ പോയി പറഞ്ഞു, മോനെ, നിനക്കൊരു വിഷമമില്ലെങ്കിൽ ഞാൻ മോനോടൊരു കാര്യം പറയട്ടെ. ഉപ്പാക്ക് ഏതായാലും പ്രായമായി, ഇനി ഉപ്പാക്ക് ജോലി ചെയ്യാനൊന്നും കഴിയില്ല, അതിന് രോഗം വർദ്ധിച്ചു കൊണ്ടാണ് വരുന്നത്. കാരണം ഇനി മരണത്തിലേക്കാണ് ഉപ്പ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ നീക്കി നടക്കുന്നത്. അതുകൊണ്ട് വൃദ്ധസദനയിൽ പോയി ഞാൻ കഴിഞ്ഞോളം. ഈ പ്രായമുള്ളവരൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ എന്നെ കൊണ്ടുപോയി വിട്ടാൽ മോനൊന്ന് വിഷമിക്കണ്ട, ഞാൻ അവിടെ സുഖമായി കഴിഞ്ഞോളും. മോനക്ക് ഓർമ്മയാകുമ്പോൾ എന്നൊന്ന് വന്ന് കണ്ടാൽ മതി. അപ്പം നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൽ കഴിയട്ടെ. അങ്ങനെ ഉപ്പ ഇത് പറയുമ്പോൾ മകനക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം എൻ്റെ ഭാര്യയേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് അവിടെ നോക്കുമല്ലോ എന്ന ഒരു നീയത്തിൽ
ഉപ്പയെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ ചെറുപ്രായത്തിൽ ഉപ്പയെ കൂടെ കളിച്ചതും ഉപ്പ വാങ്ങിത്തന്ന ഐസ്ക്രീമും ഉപ്പ കൂടെ കൊണ്ടുപോയ പല സ്ഥലങ്ങളും ഉപ്പ താലോലിച്ചതും ഉപ്പ കാരുണ്യത്തോടു കൂടി പെരുമാറിയതും തോളിലേറ്റ് നടന്നതും ഉപ്പ നൽകിയ ചുടുചുംബനകളും ഉപ്പ പലയിടങ്ങളിൽ കൊണ്ടുപോയി സന്തോഷിപ്പിച്ചതും പലതും ആ മകൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ കടന്ന് വരുന്നു. ഇതെത്തുമ്പോൾ വൃദ്ധസദനയിലേക്ക് മകൻ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്നില്ല. ആ വൃദ്ധസദൻ്റെ അരികിലെത്തുമ്പോൾ ഉപ്പയോട് പറയുന്നില്ല, ഉപ്പ നിങ്ങളെ വൃദ്ധസദനയിൽ കൊണ്ടുപോയിടാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എൻ്റെ ഭാര്യ ഒഴിവാക്കാൻ തീരുമാനിച്ചു. എനിക്ക് നിങ്ങളാണ് വലുത്. ഭാര്യ വേണമെങ്കിൽ വേറെ നോക്കാം. ഭാര്യയെ ഞാൻ ഒഴിവാക്കും, നിങ്ങളെ ഞാൻ ഒഴിവാക്കൂല ഉപ്പ പറഞ്ഞ് നേരെ വൃദ്ധസദനയിലേക്ക് പോകേണ്ട കാറ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പൊന്നുമക്കൾ, തീർച്ചയായും നാം അവർക്ക് നൽകുന്ന ആ സ്നേഹം, വാത്സല്യം ഒരിക്കലും ആ പൊന്നുമക്കൾ മറക്കൂല. ചെറുപ്രായത്തിൽ അവർ സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഭാര്യ ഒഴിവാക്കുന്ന പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ഭാര്യയുടെ സ്വഭാവം തനിയെ മാറി പിന്നെ നന്നായി ഉപ്പയെ നോക്കുകയും നല്ലൊരു ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്രയോ വീടുകളിൽ എത്രയോ വൃദ്ധന്മാരായ ഉപ്പമാർ വലിയ സങ്കടപ്പെടുന്നുണ്ട്. മരുമകനെ കൊണ്ട് മക്കളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ചീത്ത വാക്കുകളും പലതും. കാരണം വളരെ മനോഹരമായ വീട് കെട്ടിയിട്ടുണ്ടാകും. ഈ വീട്ടിലുള്ള പ്രായമുള്ള ഉപ്പയും ഉമ്മയും ചിലപ്പോൾ അവരുടെ ആ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് ചിലപ്പോൾ വൃത്തികേടൊക്കെ അവിടെ സംഭവിക്കും. ആ വൃത്തികേട് അവർക്ക് വലിയ ശല്യമാവുകയും അതിൻ്റെ പേരിൽ ആ ഉപ്പയും ഉമ്മയും മനസ്സ് വേദനിപ്പിക്കുന്ന പല വാക്കുകൾ പറഞ്ഞവർ നോവിപ്പിക്കുന്ന എത്രയോ വീടുകളുണ്ട്. പുറമേക്ക് കാണുമ്പോൾ വലിയ സ്നേഹത്തോടു കൂടി നോക്കുന്നത് പോലെ നടിക്കുകയും ഉള്ളിലാണെങ്കിൽ ആ ഉമ്മയും ആ ഉപ്പയും വേദനിപ്പിക്കുന്ന എത്രയോ മക്കളും എത്രയോ മരുമക്കളും പല വീടുകൾ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉപ്പയുടെയും ഉമ്മയും വേദനിപ്പിച്ചുള്ള നമ്മുടെ ഈ ജീവിതം തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെടും. ഇതേ വാർദ്ധക്യം നമുക്കും വരും. അതിൻ്റെ 10 മടങ്ങ് നമ്മുടെ മക്കളിൽ നിന്ന് നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ നമ്മുടെ പൊന്നു മാതാപിതാക്കൾ അവരെന്ത് വൃത്തികേട് ചെയ്താലും അവരെന്ത് ചെയ്താലും അതൊന്നും ഗൗനിക്കാതെ അവരെ സ്നേഹത്തോട് വാത്സല്യത്തോട് നാം ചെറുപ്രായത്തിലിരിക്കുമ്പോൾ നമ്മോട് ചെയ്ത ആ കാരുണ്യത്തോടു കൂടി തന്നെ അവരെ പോറ്റി വളർത്തൽ നമ്മുടെ ബാധ്യതയാണ്. അതിലൂടെ സ്വർഗം നേടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മരുമക്കളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, തീർച്ചയായും വീട്ടിലും ഉള്ള ഭർത്താവിൻ്റെ ഉപ്പ അവരെ പൊന്നുപോലെ നോക്കുക. അവരുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കാൻ തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. മരണമെന്നുള്ളത് ഉറപ്പാണ്. സക്രാത്ത് എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വാർദ്ധക്യമുള്ള എത്രയോ മാതാപിതാക്കൾ ഓരോ വീടുകളിൽ വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വലിയ പീഡനങ്ങൾ പരലോകം അത് അറിയുന്നില്ല എന്ന് മാത്രമാണ്. പുറത്തേക്ക് വരുമ്പോൾ വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് വരുന്ന പ്രായമുള്ളവരൊക്കെ നമുക്ക് കാണാം. അവരൊരുപാട് സങ്കടങ്ങളും പീഡനങ്ങളും വീട്ടിൽ നിന്ന് ഏറ്റിട്ടാണ് അവർ വരുന്നത്. തീർച്ചയായും പുറത്ത് പറയാൻ പറ്റൂലല്ലോ. മുകളിലേക്ക് തുപ്പിയാൽ മുഖത്തേക്ക് വീഴുമെന്ന് പറഞ്ഞതുപോലെ അവരെല്ലാം അത് അടക്കി ഒതുക്കി ജീവിതം വളരെ പ്രയാസത്തിൽ കഴിയുന്ന എത്രയെത്ര ഉപ്പമാർ എത്രയെത്ര ഉമ്മമാർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, തീർച്ചയായും അവരോട് കാരുണ്യത്തോടു കൂടിയല്ലാതെ കരുണയോടു കൂടിയല്ലാതെ കരീമായ വാക്കുകളല്ലാതെ ഒരിക്കലും അവരോട് സംസാരിച്ചു പോകരുത്. അള്ളാഹുവെ, നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകണേ റഹ്മാനെ. അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് നീ പൊരുത്തു കൊടുക്കണേ അള്ളാഹ്. അവർക്കുള്ള ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.